അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. എല്ലാവരും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. നമ്മൾ ഇതുവരെയും പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ദൈവ സാന്നിധ്യം ഇവിടെ ഉണ്ട്. തുടർന്നും എല്ലാവർക്കും കർത്താവേ എന്നോട് സംസാരിക്കണമെന്ന് പറയാം, എന്നോട് ഇടപെടണമെന്ന് പറയാം. ഇത്രയേ സമയം നീ എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് സ്തോത്രം ചെയ്യാം. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ട്. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗപിതാവേ, ഈ സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഒരു ചൊവ്വാഴ്ച കർത്താവേ, ഈ ഒരു ആരാധന കൂടെ ഞങ്ങൾക്കൊന്ന് സംബന്ധിപ്പാൻ ഇടയാക്കിയതോട്ട് സ്തോത്രം. ഈ ആരാധന വ്യാപിച്ച് ചെവിവയ്ക്കായി സ്തുതിക്കുന്നു കർത്താവേ. നേതൃത്വം കൂടെ ഞങ്ങൾ സ്ഥാനം എടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ബലത്തോടെ നിർത്തിക്കൊള്ളണമേ, ശക്തിയോടെ നിർത്തിക്കൊണ്ടേ കർത്താവേ. ധീരതയോടെ ഞങ്ങളുടെ വചനം ഘോഷിക്കുവാൻ തക്കവണ്ണം താവേ ആരാധിപ്പാൻ തൊക്കെ കർത്താവ് ഒരുക്കുന്ന ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു. താവേ, ഈ ആൻറ്റി അങ്കിളിനെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുക. താവേ, ഈ പ്രായത്തിലും കർത്താവിനെ ആരാധിക്കുവാൻ താവേ സുവിശേഷ താല്പര്യവും അനേകർ പ്രാർത്ഥിപ്പോൾ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കുടുംബമാർ അനുഗ്രഹിക്കണമേ. തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്ന അപ്പോൾ സ്തുതിക്കുന്നു. താവേ, ഞങ്ങളുടെ ഓർഗൻ വായിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവെ പാടുന്ന കുഞ്ഞുങ്ങളെ, ശ്രീകാര്യത്തിൻ്റെ അച്ഛനെ കടന്ന് എല്ലാവരെയും ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. നാരം പെറുകയോടെ മടക്കി അയക്കല്ലേ കർത്താവേ. അവിടുത്തെ ആത്മാവിനാൽ നിറച്ച് ബലത്തോടെ മടക്കി അയക്കാൻ പ്രാർത്ഥിക്കുന്നു. താവേ, വചനം ധ്യാനിപ്പാൻ ശക്തീകരിക്കണമേ. മനുഷ്യ ഒന്നും പറയാൻ ഇടയാകല്ലേ കർത്താവേ. ഘോഷനെ മറച്ചുകൊള്ളണം. ഇന്ന് വചനങ്ങൾ കഴിയാതെ കാതുകളെ അടപ്പിക്കുന്ന, സത്യ തിരിപ്പിക്കുന്ന, ഹൃദയചിന്തകളെ മാറ്റിമറിക്കുന്ന എല്ലാ മുൻവിധികളെയും എല്ലാ പൈശാച പോരാട്ടത്തെയും താവേ ഇന്ന് പകൽ ഈ ദേശ ശത്രുവായുവിനെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ബന്ധിക്കുന്നു കർത്താവേ. ഞങ്ങളിരിക്കുന്ന ഹോളും പരിസമയത്തോട് സൂക്ഷിക്കണം. മഹത്വമെല്ലാം പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലം കഴിയുമെന്ന്. കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ എന്തുണ്ടായിരിക്കണം? ഇവിടെ പല പ്രാവശ്യം അനിൽ സാർ ഓർപ്പിച്ചു, നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസമുള്ളായിരിക്കുക. അപ്പോൾ നമ്മൾ രക്ഷയുടെ അനുഭവത്തിൽ വരണമെങ്കിലും, നമ്മളിൽ അത്ഭുതം ചെയ്യണമെങ്കിലും, നമ്മെ സൗഖ്യമാക്കണമെങ്കിലും എല്ലാറ്റിനും വിശ്വാസം ആവശ്യമാണ്. എന്നാൽ നമുക്കറിയാം, ഈ ഭാഗം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഈ 9-ാം അധ്യായത്തിലെ വിഷയം എന്ന് പറയുന്നത് യേശുവിൻ്റെ രൂപാന്തരം, ഏലിയാവിൻ്റെ വരവ്, ഊമനായ ആത്മാവുള്ള മകനെ കർത്താവ് സൗഖ്യമാക്കുന്നു, യേശുവിൻ്റെ മരണത്തെ മുൻകൂട്ടി പ്രസ്താവിക്കുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഭാഗം ഈ ഊമനായ യേശുവിൻ്റെ മകനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ്. എന്നാൽ ആ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഈ പിതാവ് ഈ മകനുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, നിന്നാൽ കഴിയുമെങ്കിൽ. അല്ലേ? ഇത് പറയാൻ കാരണം, ആ പിതാവ് പറഞ്ഞു കാണും, ഞാൻ ഈ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടു ചെന്നു, അവർക്കവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് നിന്നാൽ കഴിയുമെങ്കിലെന്ന്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർക്ക് അവനെ സൗഖ്യമാക്കാൻ കഴിയാഞ്ഞത് അവിടെ അവിശ്വാസമാണ്. അപ്പോൾ നിന്നാൽ കഴിയുമെങ്കിൽ മനസ്സ് ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുമ്പോൾ യേശു ആ പിതാവിനോട് പറഞ്ഞ മറുപടിയാണ്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ. വിശ്വസിക്കുന്നവനെ സകലവും കഴിയും. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ ആ അധ്യായം പറയാണ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ പറയാണ്, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്ന് വിശ്വസിക്കണം. തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നവനാണ് കൂടെ. അപ്പോൾ നോക്കെ, വിശ്വാസമാണ് ആധാരം. അങ്ങനെയെങ്കിൽ നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ.
എന്നാൽ നമുക്കറിയാം, ഭാഗം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 66 പുസ്തകമടങ്ങിയ സത്യവേദ പുസ്തകത്തിൽ 1189 അധ്യായങ്ങളിൽ 31,173 വാക്യമുണ്ടെങ്കിൽ അതിലൊന്നുപോലും യേശു കർത്താവ് പറഞ്ഞില്ല എൻ്റെ ശക്തി നിന്നെ സൗഖ്യമാക്കിയെന്ന്. എന്നാൽ നേരെ മറിച്ച് യേശു കർത്താവ് പറഞ്ഞ ഇപ്രകാരമാണ്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം പഠിക്കുമ്പോൾ 34-ാമത്തെ വാക്യത്തിൽ രക്തസ്രവക്കാരിയ സ്ത്രീയോട് യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 36-ാമത്തെ വാക്യത്തിൽ യായിറോസോട് യേശു പറയാണ്, ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസ് 10:52 യേശു കർത്താവ് വൃദ്ധിമായോട് പറയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മത്തായി 8:10 ശതാധിപനോട് യേശു കർത്താവ് പറയാണ്, എന്താണ്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടേ ഇല്ല. മത്തായി 15:28 കനാന്യസോട് യേശു കർത്താവ് പറയാണ്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്. മത്തായി 9:2 പറയുന്നു, പക്ഷപാതക്കാരനെ ചുമന്നു കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് ദൈവം അവന് സൗഖ്യം കൊടുത്തു. ഹല്ലേലൂയ. ഓക്കെ. യോഹന്നാൻ 11:40 മാർത്തിയോട് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലപ്രവൃത്തി 16:31 വലിയ കാരക പ്രമാണിയോട് പറയുന്നു, വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇവിടെ എല്ലാം വിശ്വാസത്തെക്കുറിച്ച് കാണുന്നെങ്കിൽ ഈ മർക്കോസ് 23 യേശു കർത്താവ് പറയുന്നു, വിശ്വസിക്കുന്നവന് സകലവും കഴിയും, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ അവിശ്വാസമുള്ള കുടുംബങ്ങളിൽ, അവിശ്വാസമുള്ള വ്യക്തികളിൽ, അവിശ്വാസമുള്ള സഭയിൽ, അവിശ്വാസം ഉള്ളിടത്ത് യേശു കർത്താവിന് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ന് വിശ്വാസമുള്ളവരായി നമ്മൾ ഇവിടെ ഇരിക്കണം. ബൈസലോം. അവിശ്വാസത്തോടെ അല്ല, സംശയത്തോടെ അല്ല, അല്ലേ, ഇരുമനസ്സോടെ അല്ല, വിശ്വാസമുള്ളവരായി നമുക്ക് ഇന്ന് ഇവിടെ ഇരിക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എങ്ങനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ ചിന്ത അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ വിശ്വസിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എങ്ങനെ പ്രായോഗികമാക്കാം? ഒന്നാമത് വിശ്വസിക്കേണ്ടത് എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കാം. എബ്രായർ 13:8. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഓക്കെ. അപ്പോൾ യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം എന്ന് വെച്ചാൽ മാറാത്തവൻ. അപ്പോൾ ഒന്നാമത് വിശ്വസിക്കേണ്ടത്, ദൈവം മാറുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മാറുന്നവനല്ല. ഞാൻ ആരാധിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം മാറുന്നവനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സ്തോത്രം ചെയ്യാമോ? ദൈവം മാറുന്നവനല്ല. എബ്രായ ലേഖനം 1-ാം അധ്യായം 11ഉം 12ഉം വാക്യം വായിക്കുമ്പോഴും അവിടെ പറയുന്നു, അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും, വസ്ത്രം പോലെ അവ മാറിപ്പോകും, നീയോ അനന്യൻ, നിന്റെ സമ്മത്സരങ്ങൾ അവസാനിക്കയില്ല. എന്ന് വെച്ചാൽ ദൈവം മാറാത്തവനാണെന്ന് നമ്മോട് പറയാണ്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 102:12 പറയുന്നു, നീയോ യഹോവേ എന്നേക്കുമുള്ളവൻ, നിന്റെ നാമം തലമുറ തലമുറയായി നോക്കാമേ നിൽക്കുന്നുവെങ്കിൽ ദൈവം മാറാത്തവനാണ്. മലാക്കി 3:6 പറയുന്നു, യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്, നാം നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവം മാറുന്നവനായിരുന്നെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോയനെ. അതുകൊണ്ട് ദൈവം മാറാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാനാകുന്നവൻ ഞാൻ
ഞാനാണ്. പ്രൈസ് ദി ലോർഡ്. മോശ ദൈവത്തോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോൾ പറയാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യെശയ്യാവ് 59 അധ്യായം 1 പറയുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കാത് മന്ദമായിട്ടില്ല. ദൈവം മാറാത്തവനാണ്. യെശയ്യാവ് 47 പറയുന്നു, ഭൂ ഉണങ്ങുന്നു, പുല്ല് വാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മത്തായി 24:35 പറയുന്നു, ആകാശവും ഭൂമിയും ഒക്കെ മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾ ഒരു നാളും മാറിപ്പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവം മാറാത്തവനാണ്. ദൈവം മാറാത്തവനാണ്. ഹല്ലേലൂയ. അപ്പന്മാർ മാറിപ്പോകും, അമ്മമാർ മാറിപ്പോകും, ഒക്കെ സഹോദരങ്ങൾ മാറിപ്പോകും, മക്കൾ മരുമക്കൾ മാറിപ്പോകും, ആശ്രയ സ്ഥാനങ്ങൾ മാറിപ്പോകും, ഭരണം മാറിപ്പോകും. ഇന്ന് കാണുന്ന സകലതും മാറിപ്പോയാലും ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാറ്റമില്ല, ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാറ്റമില്ല, ദൈവത്തിൻ്റെ കൃപയ്ക്ക് മാറ്റമില്ല. ദൈവം മാറാത്തവൻ, ദൈവം മാറാത്തവൻ. അങ്ങനെയെങ്കിൽ എൻ്റെ കർത്താവ് മാറുന്നവനല്ല എന്ന് ഇന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർ കരം ഉയർത്തി സ്തോത്രം ചെയ്താട്ട്. യേശു മാറാത്തവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഭക്തൻ പാടി, തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാ ചേര്യാമേ, തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം തൻ സ്നേഹമാ ചേര്യാമേ, എൻ ലംഘനങ്ങളും എൻ അകത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ, എൻ ലംഘനങ്ങളും അകത്യങ്ങളുമെല്ലാം അകറ്റിയ തൻ്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശൈലിയിലെനിക്കും സഹായകനും യാക്കാലഗീതവുമാവേ. ആമേൻ. രോഗശൈലിയിലെനിക്കും സഹായകനും യാക്കാലഗീതവുമാവേ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമേൻ ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധ ആത്മസാഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ വേണം, ഒരുപക്ഷേ രോഗം സൗഖ്യമായില്ലെങ്കിലും, എൻ്റെ കടഭാരം മാറിയില്ലെങ്കിലും, ഞാൻ ആഗ്രഹിച്ചൊന്നും നടന്നില്ലെങ്കിലും, എൻ്റെ ദൈവം മാറുന്നവനല്ല. ഇന്നല്ലെങ്കിൽ നാളെ അവനെ സൗഖ്യമാക്കാൻ, ഇന്നല്ലെങ്കിൽ നാളെ അവനെ ഉയർത്താൻ, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ മാനിക്കാൻ ശക്തനാ. എൻ്റെ പിതാക്കന്മാർ ആരാധിച്ച അവരെ വഴി നടത്തി കർത്താവ് തലമുറയെ നടത്താന്ന് വാക്ക് പറഞ്ഞവൻ മാറാത്തവനായി നമ്മുടെ മധ്യേ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്തോട്ട്. രണ്ടാമത് വിശ്വസിക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 33-34 വാക്യം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം അവൾ കരയുന്നതും അവൾ കരയുന്നതും അവളോടുകൂടെ യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം നൊന്ത് കലങ്ങി. അവനെ വെച്ചത് എവിടെയെന്ന്
നോക്ക്, അവൾ കരയുന്നതും അവളോട് വന്ന് യഹൂദന്മാർ കരയുന്നതും യേശു കണ്ട് ഉള്ളം നൊന്ത് കലങ്ങിയെങ്കിൽ രണ്ടാമത് വിശ്വസിക്കേണ്ടത് ഈ ദൈവം മനസ്സലിവുള്ളവനായ ഒരു ദൈവമാണ്. മനസ്സലിവുള്ളവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ വേദനകളിലും ദുഃഖങ്ങളിലും പങ്കുചേരുന്ന ഉത്കൃഷ്ട മനോഭാവമാണ് മനസ്സലിവ്. സ്വാർത്ഥതയ്ക്ക് എതിരെ ചലിക്കുന്നതാണ് മനസ്സലിവ്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മനസ്സലിവില്ലാത്ത ഒരു ദൈവത്തിൻ്റെ മുമ്പിലല്ല നാം വന്നിരിക്കുന്നത്, പിന്നെയോ മനസ്സലിവുള്ളവൻ്റെ മുമ്പിലാ, കരുണയുള്ളവൻ്റെ മുമ്പിലാ, കൃപയുള്ളവൻ്റെ മുമ്പിലാ, ദീർഘക്ഷമ മഹാദൈവമുള്ള ദൈവത്തിൻ്റെ അടുക്കിലാ വന്നിരിക്കുന്ന. അപ്പോൾ ദൈവം മനസ്സലിവുള്ളവനാണെന്ന് ശരിയായ. ദൈവം മനസ്സലിയണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയം തകരണം, നമ്മുടെ ഹൃദയം ഉടയണം, നമ്മുടെ ഹൃദയം നുറുങ്ങണം. തൻ്റെ സഹോദരനായ ലാസറിൻ്റെ മരണം മൂലം സഹോദരിമാരൊക്കെ ഉള്ളം നൊന്ത് കരയുകയാണ്. അവിടെ ഹൃദയം തകരുമ്പോഴാണ് യേശു കർത്താവ് പറയാണ്, ഹല്ലേലൂയ, അവൾ കരയുന്നത് യേശു കണ്ടു. യഹൂദന്മാർ കരയുന്നു കർത്താവ് കണ്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കരച്ചിനെ കാണുന്ന കർത്താവാണെങ്കിൽ, നമ്മുടെ ഉള്ളം തകരുമ്പോൾ ഹല്ലേലൂയ നന്ദിയോടെ കർത്താവ് മനസ്സ് അലിവുള്ളവനായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ, നന്ദിയോടെ. അങ്ങനെയെങ്കിൽ നീ കരയുമ്പോൾ നിന്റെ കല്ലറയ്ക്കരികിൽ വരുന്ന ഒരു അരുമനാഥനുണ്ട്. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. നീ കരയുമ്പോൾ നിന്റെ കല്ലറയ്ക്കരികിൽ വരുന്ന ഒരു അരുമനാഥനുണ്ട്. നന്ദിയോടെ സ്തോത്രം. കണ്ണുനീർ നീ ഒഴുക്കിയാൽ നിനക്ക് 3 വാഗ്ദാനങ്ങൾ ലഭിക്കും. കണ്ണുനീർ നീ ഒഴുക്കിയാൽ നിനക്ക് 3 വാഗ്ദാനം. ഒന്ന് പറയാണ്, നിന്റെ കണ്ണുനീരിന് ഒരു കാവൽക്കാരനുണ്ട്. ഹല്ലേലൂയ, നിന്റെ കണ്ണീർ ഒരു കാവൽക്കാരനുണ്ട്. സംഗീതം 56:8 പറയുന്നു, നിന്റെ ഉഴച്ചകളെ അവൻ എണ്ണുന്നു. നിന്റെ കണ്ണുനീർ അവൻ തുരുത്തിലാക്കി വെക്കാൻ പോകുകയാണെങ്കിൽ നിന്റെ കണ്ണുനീരിന് ഒരു കാവൽക്കാരനുണ്ട്. നീ കരയുന്നത് ആരുടെ മുമ്പിലാ? മനുഷ്യന്റെ മുമ്പിലല്ല, നിന്നിച്ചവന്റെ മുമ്പിലല്ല. ഓക്കെ സ്വാമി, നിനക്കറിയാ, എന്നാൽ നീ കരയുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. നിന്റെ കരച്ചിൽ ടൈൽസ് വീണ് താഴോട്ട് പോകുകയല്ല, നിന്റെ കണ്ണുനീര് മാർവിണ് താഴോട്ട് പോകുകയല്ല, നിന്റെ കണ്ണുനീര് സിമെന്റ് തറയിൽ വീണ് താഴോട്ട് പോകുകയല്ല. എന്നാൽ നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീരിനെ അദൃശ്യ കരങ്ങൾ വഹിച്ചുകൊണ്ട് അവൻ തുരുത്തിയിലാക്കി വെക്കുന്നവനാ. തുരുത്തിയിൽ എന്തിനാ? എണ്ണി എണ്ണി പകരം തരാൻ. ഹല്ലേലൂയ. അങ്ങനെ കണ്ണുനീരിന് ഒരു കാവൽക്കാരനുണ്ട്. 2 പറയാണ്, നിന്റെ കണ്ണുനീരിന് മുൻപിൽ മനസ്സലിഞ്ഞ് മനസ്സറിയുന്നൊരു ദൈവമുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണുനീരിന് മുൻപിൽ മനസ്സലിഞ്ഞ് മനസ്സറിയുന്ന ദൈവമുണ്ട്. സംഗീതം 126:5 പറയുന്നു, കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. പക്ഷേ കണ്ണീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 3 പറയാണ്, നിന്റെ കണ്ണുനീർ തുടയ്ക്കാൻ ഒരുവനുണ്ട്. നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ഒരുവനുണ്ട്. വെളിപ്പാട് പുസ്തകം 21-3 പറയുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ഇതാ മനുഷ്യർ ദൈവത്തിന്റെ കൂടാരം. അവ ദൈവം താൻ അവിടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയുവൽ. പറയട്ടെ, ഹല്ലേലൂയ, നന്ദിയോടെ കണ്ണുനീർ തുടയ്ക്കുന്നവനായ ഒരു യേശു കർത്താവുണ്ട്. അപ്പോൾ നീ കരയുമ്പോഴാണ്, നീ കണ്ണീരൊഴുക്കുമ്പോഴാണ് കർത്താവ് മനസ്സലിയുന്നത്. ഹല്ലേലൂയ, നന്ദിയോടെ. സംഗതിയിൽ ലോകത്തിൽ വിലയുള്ള ഒരു ദ്രാവകമാണ് കണ്ണീർ. ലോകത്തിൽ വിലയുള്ള ഒരു ദ്രാവകമാണ് കണ്ണീരെങ്കിൽ യേശു കർത്താവ് മുമ്പിൽ ആര് കരഞ്ഞിട്ടുണ്ടോ, ഉള്ളം തകർന്നിട്ടുണ്ടോ, അവരുടെ ഉള്ളം നീരിട്ടുണ്ടോ, കർത്താവ് അവരെ കണ്ട് മനസ്സലിഞ്ഞവനായ ഒരു ദൈവമാണ്. നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ആ സംഗീതം 34:18 പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക്
യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കാൻ പോകുകയാം. സംഖ്യ 147:3 പറയുന്നു, മനം തകർന്നവരെ സൗഖ്യമാക്കി. അവിടെ മുറിവിനെ കെട്ടാൻ പോകുകയാം. എല്ലാവരെയും സൗഖ്യമാക്കത്തില്ല, എല്ലാവരുടെയും മുറിവ് കെട്ടത്തില്ല. പക്ഷേ ആരുടെ മനം തകർന്നുവോ അവളൊക്കെയല്ല, അവിടെ മുറിവിനെ കെട്ടാൻ പോകുകയാ. ആരുടെ മനം തകർന്നുവോ അവരെ സൗഖ്യമാക്കാൻ കർത്താവെങ്കിൽ ഇന്ന് ഹൃദയവേദനയോടിരിക്കുന്ന, മനോഭാരത്തോടിരിക്കുന്ന ദൈവക്കളെ, നിങ്ങളെ കണ്ട് മനസ്സലിയുന്നവനായ ഒരു യേശു കർത്താവുണ്ട്. അവൻ മനസ്സലിവുള്ളവനായ ഒരു ദൈവമാപേസലം. അവൻ കുഷ്ഠരോഗിയെ കണ്ട് മനസ്സലിഞ്ഞവനാം, കുരുടന്മാരെ കണ്ട് മനസ്സലിഞ്ഞവനാം, ചെകിടന്മാരെ കണ്ട് അവൻ മനസ്സലിഞ്ഞവനാം, പാവനിയായ സ്ത്രീയെ കണ്ട് അവൻ മനസ്സലിഞ്ഞവനാ, ഭൂതഗ്രസ്തരെ കണ്ട് അവൻ മനസ്സലിഞ്ഞവനാ, പുരുഷാരത്തെ കണ്ട് അവൻ മനസ്സലിഞ്ഞവനാ, തകർന്നവരെ കണ്ട്, നിരാശരെ കണ്ട്, രോഗികളെ കണ്ട്, നോക്ക് അവൻ കർഷകരെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് ഇന്ന് പകൽക്കാലം ഈ AMC ഹോളിൽ നമ്മുടെ അടുക്കൽ വന്നിട്ടാമോ നിന്നെ കണ്ട് മനസ്സലിയാൻ, നിരാശ നിന്നെ കണ്ട് മനസ്സലിയാൻ, അവൻ തകർന്ന മനസ്സോടിയാ ഇന്നിരിക്കുന്നെങ്കിൽ, നുറുക്കപ്പെട്ട ഹൃദയത്തിരിക്കുന്നെങ്കിൽ അവൻ നമ്മളെ കണ്ട് മനസ്സലിയാൻ പോകുക, നമ്മുടെ വിഷയത്തെ കണ്ട് മനസ്സലിയാൻ പോകുക, പ്രാർത്ഥിച്ചവരെ കണ്ട് മനസ്സലിയാൻ പോകുക. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അവൾ കരയുന്നതും അവിടെ യഹൂദന്മാർ കരയുന്നതും യേശു കണ്ട് ഉള്ളം നൊന്ത് കലങ്ങിയെങ്കിൽ പറയാൻ വൈസലാം, അവൻ മനസ്സലിവുള്ളവനായ ഒരു ദൈവമാണ്. വൈസലാം, മനസ്സലിവുള്ളവനായ ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനില്ലാത്ത ഒന്നാണ് മനസ്സലിവ്. എന്നാൽ കർത്താവ് പറയുന്നു, അവൻ മനസ്സലിവുള്ള ദൈവവും സകല ആശ്വാസങ്ങളുടെ ഉറവിടമാണെങ്കിൽ അവൻ സാധുക്കളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്തവനാ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ആരാധിക്കുന്ന കർത്താവ് അവൻ മനസ്സലിവുള്ളവനായ ഒരു ദൈവമാണ്. അവൻ മനസ്സലിയണമെങ്കിൽ നമ്മുടെ ഹൃദയം തകരണം, നമ്മുടെ ഹൃദയം നുറങ്ങണം, നാം കരയണം. കരയുന്നോടെ കർത്താവ് പറയുന്നത്, നീ ഇനി കരയണ്ട, നിന്റെ കരച്ചിൽ മതി, നിന്റെ കണ്ണീര് തുടയ്ക്കാൻ പോകുക, കാരണം നിന്റെ വിഷയത്തിന് മറുപടി തരാൻ പോകുക. അങ്ങനെയെങ്കിൽ ഇന്ന് മനസ്സലിവുള്ളവനായ ഒരു കർത്താവ് മുമ്പിലാണ് ഇരിക്കുന്നതെന്ന് ബോധ്യമുള്ള ദൈവത്തിന്റെ മക്കൾ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. ഒന്ന്, ദൈവം മാറുന്നവനല്ല. രണ്ട്, അവൻ മനസ്സലിവുള്ളവനായ ഒരു ദൈവമാണ് എന്ന് നമ്മൾ വിഷയില്ലേ. നയില വിധവയെ കണ്ട് അവൻ മനസ്സലിഞ്ഞവന കർത്താവാ. 20 വർഷം മക്കളില്ലാത്ത ഒരു ദമ്പതികൾ, അക്രൈസ്തവരാ. അവർക്ക് മക്കൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ ദത്തെടുത്തൊരു വളർത്തി. ആ കുഞ്ഞിന് 5 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അക്രൈസ്തവരാണെങ്കിൽ കർത്താവിനെ അവർ ആരാധിക്കുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത്, 20 വർഷമായിട്ട് സാറേ ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു, ഇനി മക്കൾ ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ ഞങ്ങൾ എടുത്ത് വളർത്തി. ആ കുഞ്ഞിന് 5 വയസ്സായപ്പോൾ എൻ്റെ ഭാര്യ ഗർഭം ധരിച്ച് അവൾ പ്രസവിച്ചു. ഒരു പെൺകുഞ്ഞിനെ അവൾ പ്രസവിച്ചു. അപ്പറേ അദ്ദേഹം പറയാണ്, ദൈവം മനസ്സലിവുള്ളവനാ. ഹല്ലേലൂയ. അവൻ കരുണയുള്ളവനാ, അവൻ ദീർഘക്ഷമി മഹാദൈവമാണെങ്കിൽ നമ്മുടെ കർത്താവ് മനസ്സലിവുള്ള ദൈവമാണ്. ഇനി മൂന്നാമത് വിശ്വസിക്കേണ്ടത് ബൈസലാണ്. മൂന്നാമത് വിശ്വസിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. എല്ലാ വാക്യം വായിക്കേണ്ട, ഒന്ന് വായിച്ചാൽ മതി. അവനോട് നീ എൻ്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. അഞ്ചാമത്തെ വാക്യം വച്ചു. അതിൻ്റെ 5-ാമത്തെ വാക്യം. മതി മതി. അവിടെ നമുക്കറിയാം, അനിൽ സാർ നേരത്തെ പ്രാർത്ഥനയിൽ പക്ഷെ ഓർപ്പിച്ചതാണ്. ഇവിടെ അബ്രഹാം ദൈവം പറയാണ്, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവായിരിക്കും. നിന്നെ ഇനി അബ്രാം എന്നല്ല വിളിക്കുന്നത്, അബ്രഹാം. അല്ലേ? അബ്രാം എന്ന് വച്ചാൽ ഉയരത്തിൻ്റെ പിതാവ്.
അബ്രഹാം എന്ന് വെച്ചാൽ അനേക കുഞ്ഞുങ്ങളുടെ അപ്പൻ അല്ലേ. ഇപ്പോൾ ഇവിടെ 99 വയസ്സായിട്ട് എന്തോ ഇല്ല. 75-ാമത്തെ വയസ്സ് വിളിക്കുമ്പോൾ 12-ാം അധ്യായത്തിൽ വിളിക്കുമ്പോൾ ദൈവം പറഞ്ഞ കാര്യമുണ്ട്. ഒരിക്കൽ കൽദിയ ഊരിൽ നിന്ന് തേരകന്റെ മകൻ അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്ന ദേശത്തേക്ക് പോകുമ്പോൾ നീ 3 കാര്യം വിട്ടുവെച്ച് പോകണം. 1 ദേശത്തെ, 2 ചാർച്ചക്കാരെ, 3 പിതൃഭവനത്തെ. ഓക്കെ, ദുഷിച്ച ബന്ധം വിട്ട് വിഗ്രഹാരാധന വിട്ട് പ്രതിപാദനം നീ ഇറങ്ങിത്തിരിക്കും. എന്നിട്ട് പറയാണ്, ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടകൾ മൺ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചിറക്കി. എന്നാൽ 99 വയസ്സായിട്ടും ഹല്ലേലൂയ എന്നൊക്കെ ഒരു കുഞ്ഞു പോലും ഇല്ല. വയസ്സല്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രമല്ല. എന്നിട്ട് ഈ 99-ാമത്തെ വയസ്സ് പറയാണ്, എനിക്ക് നിന്നോടൊരു ബഹു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകാം. അപ്പോൾ നിന്നെ അബ്രഹാം എന്നല്ല അബ്രഹാം എന്ന് വിളിക്കാൻ പോവുകയാണ്. നീ 100 വയസ്സാകുമ്പോൾ നീ ഒരു മകനെ നീ ജന്മം കൊടുക്കും, നിനക്കൊരു മകൻ ജനിക്കും. എന്നിട്ട് സാറായിക്ക് 90 വയസ്സാകുമ്പോൾ അവൾ ഒരു മകനെ പ്രസവം പറഞ്ഞപ്പോൾ അവിടെ അബ്രഹാം കവിണ് വീണ് ചിരിക്കുന്നു അല്ലേ. 18-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയാണ്, അവൻ കവിണ് വീണ് 18-ാമത്തെ വാക്യത്തിൽ കവിണ് വീണ് ചിരിക്കുകയാണ്. അബ്രഹാം പറയാണ്, യോ ഞാൻ വൃദ്ധനായിപ്പോയി, എനിക്കിനി മക്കൾ ഉണ്ടാകത്തില്ല, എൻ്റെ ഭാര്യയ്ക്ക് പുത്രവിഷയം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ നടക്കുന്നൊക്കെ അബ്രഹാം പറഞ്ഞു, സാധ്യമല്ല, നടക്കത്തില്ല. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എന്നാൽ നീ 3-ാമത് വിശ്വസിക്കേണ്ടത് നിന്റെ സ്വന്തം ബുദ്ധിക്കെതിരെ വിശ്വസിക്കണം, സ്വന്തം ബുദ്ധിക്ക് എതിരെ പ്രവർത്തിക്കണം. അബ്രഹാമിന്റെ ബുദ്ധി പറഞ്ഞു, നിനക്കിനി മക്കൾ ഉണ്ടാകത്തില്ല, 100 വയസ്സായി പോയി, നീ വൃദ്ധനായിപ്പോയി, ശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, നിന്റെ ഭാര്യയുടെ ഗർഭാശയമൊക്കെ നിർജീവബദ്ധമായിരിക്കുകയാണ്, എങ്ങനെ മക്കൾ ഉണ്ടാകും? അബ്രഹാമിന്റെ ബുദ്ധി പറഞ്ഞു ഉണ്ടാകത്തില്ല, പിശാചുകളെ പറഞ്ഞു ഉണ്ടാകത്തില്ല. എന്നാൽ അബ്രഹാം അവന്റെ സ്വന്തം ബുദ്ധിക്കെതിരെ പ്രവർത്തിച്ചു, എതിരെ വിശ്വസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അപ്പോൾ അബ്രഹാം അവൻ്റെ ബുദ്ധിക്കെതിരെ പ്രവർത്തിച്ചു വെച്ചാൽ അപ്പോൾ അബ്രഹാമോട് പിശാച് പറഞ്ഞു, നിനക്കിനി മക്കളൊന്നും, നമ്മോടും പറയുന്നു പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇതുവരെ മീറ്റിങ്ങിൽ പോയിട്ടൊന്നും അല്ലേ, നമ്മുടെ ബുദ്ധി പറയും സൗഖ്യമാകാൻ യാതൊരു യോഗ്യതയില്ല അല്ലേ. ഓക്കെ, നിനക്ക് പ്രസംഗിക്കാൻ യാതൊരു യോഗ്യതയില്ല, പാടാൻ നിനക്ക് യോഗ്യതയില്ല. ഓക്കെ, ഹാലി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയണക്കാർക്കൊക്കെ എൻ്റെ സ്വന്തം ബുദ്ധിയോടെ പറയും, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് പറയുമ്പോൾ ആ സ്വന്തം ബുദ്ധിക്ക് എതിരെ പ്രവർത്തിക്കണം. ഹാലെന്ന് പറയണം, അതിനെതിരെ പറയണം. ബൈസലോം, ഞാൻ ഇവിടെ അബ്രഹാം പറഞ്ഞു, ഞാൻ അനേക കുഞ്ഞുങ്ങളുടെ അപ്പനാകും, അനേക കുഞ്ഞുങ്ങളുടെ, എൻ്റെ പേര് അബ്രഹാം എന്നല്ല അബ്രഹാം എന്നാണ്. എങ്ങനെയാണ് ഈ പേര് മാറ്റിയത്? എന്നൊരു പേര് മാറ്റണമെങ്കിൽ ഗസറ്റ് പരസ്യം ചെയ്തൊക്കെ ചില നിയമ നടപടികളുണ്ട്. അന്ന് ഗസറ്റ് ഇല്ലാതെ ഒന്നുമില്ലാതെ കാലഘട്ടത്തിൽ അബ്രഹാം രാവിലെ നടക്കാനിറങ്ങി. നമ്മളൊക്കെ നടക്കാനിറങ്ങുന്ന പോലെ അബ്രഹാം നടക്കാനിറങ്ങിയപ്പോൾ ഇങ്ങോട്ടൊന്നൊരു ചാളി ചോദിച്ചു, അബ്രഹാം എങ്ങോട്ട് പോകുന്നു? അബ്രഹാം പറഞ്ഞു, എൻ്റെ പേര് അബ്രഹാം എന്നല്ല അബ്രഹാം. കേട്ട മനുഷ്യന് ബോധ്യമായി, അനേക കുഞ്ഞുങ്ങളുടെ അപ്പനെന്നാ ഇദ്ദേഹത്തിന് തലയ്ക്ക് മക്കളില്ലാതെ തലയ്ക്ക് സുബോധമില്ലാതായെന്നാണ്. അബ്രഹാം മുമ്പോട്ട് പോയപ്പോൾ അടുത്ത ആൾ വന്നു. അയാൾ ചോദിച്ചു, അബ്രഹാം എങ്ങോട്ട് പോകുന്നു? അബ്രഹാം പറഞ്ഞു, എൻ്റെ പേര് അബ്രഹാം എന്നല്ല അബ്രഹാം. ഒരു കുഞ്ഞു പോലും ഇല്ലാതിരിക്കെ അനേക കുഞ്ഞുങ്ങളുടെ അപ്പനെന്ന് അബ്രഹാം പറയാൻ തുടങ്ങി, അബ്രഹാം പ്രവർത്തിക്കാൻ തുടങ്ങിയെങ്കിൽ അബ്രഹാമിന്റെ ബുദ്ധിക്ക് എതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി, എതിരെ വിശ്വസിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, പിശാച് നിന്റെ ബുദ്ധിയോടെ പറയും, ഇത് നിനക്ക് ലഭിക്കാൻ അർഹതയില്ല, സൗഖ്യമാകാൻ നിനക്ക് അർഹതയില്ല, പാടാൻ അർഹത പറയുമ്പോൾ നീ പറഞ്ഞ, പിശാചേ എനിക്ക് അർഹതയില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ എനിക്ക് അർഹതയില്ല, എന്നാൽ ഞാൻ കൃപയിൽ ആശ്രയിക്കും. കൃപയിൽ ആശ്രയിച്ചോണം പറയണം, കൃപയാൽ നിന്നെ ഞാൻ ഓടിക്കാൻ പോകുക, കൃപയാൽ ഞാൻ പാടും, കൃപയാൽ ഞാൻ പ്രാർത്ഥിക്കും, കൃപയാൽ ഞാൻ സൗഖ്യമാകും, കൃപയാൽ എനിക്ക് മക്കൾ ഉണ്ടാകുമെന്ന് പറയണം. അപ്പം അബ്രഹാം സ്വന്തം ബുദ്ധിക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ സ്വന്തം ബുദ്ധിക്കെതിരെ ഇന്നിവിടെ ഇരിക്കുന്നവരുടെ ബുദ്ധി പറയും, ഒരു പക്ഷേ നീ നാളുകളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുക, നാളുകളായിട്ട് വിഷയം പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ, പക്ഷേ നടക്കുന്നത് ഇനി പോയിട്ട് നമ്മുടെ ബുദ്ധി ചിന്തോന്നും. അപ്പോൾ നമ്മൾ എതിരെ ചിന്തി, ഞാൻ പറഞ്ഞു അതിനെതിരെ പ്രവർത്തിക്കണം. വലിയ ഓക്കെ പറ, എനിക്ക് ഈ കാര്യം നടക്കും,
എനിക്ക് സൗഖ്യം ലഭിക്കും. എൻ്റെ ബുദ്ധിയെ നീ പറയുന്ന പോലല്ല. ഞാൻ എതിരെ വിശ്വസിക്കാൻ പോകുകയാണെങ്കിൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയണം ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രമില്ല. അപ്പോൾ അബ്രഹാം എതിരെ പ്രവർത്തിച്ചു, എതിരെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തോത്രം. 18-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം അസാധ്യമല്ല. എന്നാൽ 100-ാമത്തെ വയസ്സിൽ ദൈവം തമ്പുരാൻ അബ്രഹാമിനൊരു മകനെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അവിടെ നിവർത്തിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാക്ക് പറഞ്ഞവൻ മാറുന്നവനല്ല, അവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ വാക്ക് മാറാൻ മനുഷ്യനല്ല. അങ്ങനെയെങ്കിൽ എന്ത് പറയട്ടെ ദൈവമക്കളെ, ദൈവം നിന്നെ വിടുവെക്കും എന്ന് പറഞ്ഞാൽ വിടുവെക്കും. ദൈവം സൗഖ്യമെന്ന് പറഞ്ഞാൽ സൗഖ്യമാക്കും. ദൈവം നിന്നെ ഉയർത്തും എന്ന് പറഞ്ഞാൽ ഉയർത്തും. അങ്ങനെയെങ്കിൽ നീ നിന്റെ സ്വന്തം ബുദ്ധിക്കെതിരെ വിശ്വസിക്കണം, അവിശ്വസിക്കരുത്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറയണം, എൻ്റെ ബുദ്ധിയെ പിശാചേ സൗഖ്യമാകാൻ എനിക്ക് അർഹതയില്ലെങ്കിലും, പാടാൻ അർഹതയില്ലെങ്കിലും, തലമുറയ്ക്കാൻ അർഹതയില്ലെങ്കിലും ഞാൻ കൃപയിൽ ആശ്രയിച്ചോട് പറയും, കൃപയാൽ ഞാൻ പാടും, കൃപയാൽ ഞാൻ പ്രാർത്ഥിക്കും, കൃപയാൽ ഞാൻ പ്രസംഗിക്കും, കൃപയാൽ നിന്നെ ഞാൻ ഓടിക്കും. അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പിശാചിന് വലിയ ഇഷ്ടമാണ്. നമ്മൾ ഉപവസിക്കുന്നത് അവന് വലിയ ഇഷ്ടമാണ്. എന്നാൽ പിശാച് വിറയ്ക്കുന്ന എവിടാ? നമ്മുടെ വിശ്വാസം മുമ്പിലാണ്. അവിടെ 1 പത്രോസ് 5:8 പറയുന്നു, നോക്കെ, ലോകത്തിൽ സഹോദരവർഗത്തിന് ഇവ കഷ്ടപ്പാടുണ്ട് എന്നറിഞ്ഞ് വിശ്വാസി സ്ഥിരതയുള്ളവരായി പിശാചിനോട് എതിർത്ത് നിൽക്കൊക്കെ. വിശ്വാസത്തിൽ സ്ഥിരത പിശാചിനോട് എതിർത്ത് നിൽക്കണം. അങ്ങനെയെങ്കിൽ പിശാച് വിറയ്ക്കുന്നത് നമ്മുടെ വിശ്വാസം മുമ്പിലാ. യേശു കർത്താവിൻ്റെ മരുഭൂമി പരീക്ഷയുടെ കാലങ്ങളിൽ അവൻ 3 പരീക്ഷ കർത്താവിൽ വെച്ചു. ഓക്കെ, 1 അപ്പം, 2 പറയാണോ ഒക്കെ. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ദൈവാലയത്തിൽ താഴോട്ട് ചാടാൻ പറഞ്ഞു. 3 സകലതും കാണിച്ചു. കർത്താവ് പറഞ്ഞു, സാത്താനേ എന്നെ വിട്ട് പോ, നിന്റെ ദൈവമായ കർത്താവിന് നീ പരീക്ഷിക്കുകയൊക്കെ. സാത്താൻ വിളിച്ചത് വിശ്വാസം മുമ്പിലാണെങ്കിൽ ഇവിടെ നമ്മുടെ സ്വന്തം ബുദ്ധിക്കെതിരെ വിശ്വസിക്കണം, എതിരെ പ്രവർത്തിക്കണം, എതിരെ പറയണം. പൈസലോ നമുക്കറിയാം, മാർക്കോസ് 5-ാം അധ്യായം പഠിക്കുമ്പോൾ 35-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ യേശു യായിറോസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. യായിറോസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പള്ളി പ്രമാണി ഒരുത്തൻ വന്ന് പറഞ്ഞു, നിന്റെ മകൾ മരിച്ചുപോയി, ഇനി കർത്താവിനെ കൊണ്ടുപോയിട്ട്. ഒരപ്പനോടാ പറയുന്നില്ലേ? അപ്പന്മാർ ഇവിടെ ഉണ്ടല്ലോ, അമ്മമാരുടെയൊക്കെ. അപ്പനോട് പറയാം, നിന്റെ കൊച്ചു മരിച്ചുപോയി, ഇനി യേശുവിനെ കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. കർത്താവ് യായിറോസ് പറഞ്ഞു, ഭയപ്പെടല്ലേ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറോസ്, നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഓക്കെ, യായിറോസിന്റെ ബുദ്ധി പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, ഇനി അവൾ എങ്ങനെ ജീവിക്കും? ഇതൊക്കെയില്ല. എന്നാൽ യേശു, യായിറോസ് നീ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യാം. യായിറോസ്, കർത്താവ് പറഞ്ഞു, നിന്റെ ബന്ധുക്കൾ പലതും പറയും, സഹോദരങ്ങൾ പലതും പറയും, കൂട്ടായ്മക്കാർ പലതും പറയും, വക്കീൽ പലതും പറയും, ഡോക്ടർമാർ പലതും പറയും. നീ അതൊന്നും വിശ്വസിക്കണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. യായിറോസ് വിശ്വസിച്ചു. യായിറോസിന്റെ മകളെ കർത്താവ് ഉയർപ്പിച്ചെങ്കിൽ ഹല്ലേലൂയ. സ്വന്തം ബുദ്ധിക്കെതിരെ യായിറോസ് പ്രവർത്തിക്കാൻ തുടങ്ങി, ചിന്തിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അവന്റെ ബുദ്ധി പറഞ്ഞു, കുഞ്ഞു മരിച്ചുപോയി, ഇനി അവൾ ജീവിക്കുകയില്ല. എന്നാൽ സ്വന്തം ബുദ്ധിക്കെതിരെ അവൻ വിശ്വസിച്ചിട്ട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ് ജീവിക്കും. അവൻ വിശ്വസിച്ചൊക്കെ യായിറോസ് കുഞ്ഞിനൊക്കെ മരിച്ച കുഞ്ഞെ കർത്താവ് ജീവിപ്പിച്ച് അവന് നൽകി. ഇനി അവൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ലൂക്കോസ് 5-ാം അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ 5-6 വാക്യത്തിൽ പത്രോസ് രാത്വധ്വാനിച്ചൊന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, പടകിൻ്റെ വലതുവശത്ത് നീ മീൻ ആഴത്തിലേക്ക് വലയിറക്കാൻ. പത്രോസിൻ്റെ ബുദ്ധി തോന്നിക്കാണും, ഞങ്ങൾ മുക്കുവന്മാരാ. ബൈബിളില്ല, എൻ്റെ ചിന്തയാണ്. എൻ്റെ അപ്പൻ്റെ അപ്പന്മാർ മുതൽ പരമ്പര മുക്കുവന്മാരാ. എന്നാൽ ആ മുക്കുവ കുടുംബത്തിൽ ജനിച്ച പരിചയ സമ്പത്തുമുള്ള ഞാൻ ഈ കടലിൽ എവിടെ എനിക്ക് മീനുണ്ടെന്നറിയാം,
എവിടെ ആഴമുണ്ടെന്നറിയാം, എവിടെ വീഴ്ച കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷേ കർത്താവ് കൊടുത്ത അച്ഛനാണ്. ഈ അച്ഛനെ ഈ കടലിനെ കുറിച്ച് എന്തോ അറിയാമെന്ന് വിചാരിച്ചൊക്കെ പത്രോസ് ഇങ്ങനെ പുറകുറുത്ത് കാണും അല്ലേ. അവൻ്റെ ബുദ്ധി പറഞ്ഞു, കഴിഞ്ഞ രാത്രി അധ്വാനിച്ച ഒന്നും കിട്ടിയില്ല, പിന്നെ ഈ അച്ഛൻ്റെ വാക്കിന് വരയിറക്കിയ എന്താ എന്ന് ചോദിച്ചു. എന്നാൽ പത്രോസ് സ്വന്തം ബുദ്ധിക്കെതിരെ അവൻ വിശ്വസിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. പത്രോസ്, നാഥാ നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാൻ പോകുകയാ. പത്രോസ് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിലകപ്പെട്ടു. വല കീറാറായി. 2 പടക് മുങ്ങുമാറ് സമർത്ഥ അനുഗ്രഹമാണെങ്കിൽ പത്രോസിന്റെ ബുദ്ധിക്കെതിരെ പ്രവർത്തിക്കണം. സ്വന്തം ബുദ്ധിക്കെതിരെ നീ അവൻ വിശ്വസിക്കണം. ഹാലിയ. അങ്ങനെയെങ്കിൽ അബ്രഹാം തന്റെ സ്വന്തം ബുദ്ധിക്കെതിരെ വിശ്വസിക്കാൻ തുടങ്ങി, പ്രവർത്തിക്കാൻ തുടങ്ങി. ഹാലിയ. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ സ്വന്തം ബുദ്ധി പറയും നടക്കത്തില്ല, അതിനെതിരെ പ്രവർത്തിക്കണം, നടക്കും. ഞാൻ ആ ഭാഗം വേട്ടെ. അങ്ങനെയെങ്കിൽ സ്വന്തം ബുദ്ധിക്കെതിരെ പ്രവർത്തിക്കണം. ഞാൻ വിദേശത്ത് കൺവെൻഷനായി പോയ സമയത്ത് അച്ഛൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്തി. 9 വർഷം കൊണ്ട് മക്കളില്ലാത്തെന്നു. ആ സഹോദരി നേഴ്സാണ്. അച്ഛൻ പറഞ്ഞു, ആ കുടുംബത്തിൽ പോയി അവരെന്ന് കണ്ട് സാറ് പ്രാർത്ഥിക്കണം പറഞ്ഞു. ഞാൻ ചെന്ന സമയത്തോട് പറഞ്ഞത്, മരുന്നെടുത്തെങ്കിൽ ഈ സ്ത്രീക്ക് മുറയുണ്ടാവും. എന്നാൽ ഞാൻ അവിടെ ഒരു കൂട്ടായ്മ പോയിട്ട് ഞാൻ പറഞ്ഞു, ദൈവം നമുക്ക് മക്കളെ തരും. ഈ അബ്രഹാമിൻ്റെ ഭാഗം ഞാൻ വിവരിച്ചു കൊടുത്തു. അപ്പോൾ അത് അവിടെ ഭർത്താവിനോട് പറയാണ്, സാർ എന്തിനും മണ്ടത്തരായി പറയുന്നേ, നടക്കാത്ത കാര്യം. 100 വയസ്സായ അബ്രഹാമിന് മക്കൾ. ഞാൻ പറഞ്ഞു, നിനക്ക് മക്കൾ ഉണ്ടാകത്തില്ല. മക്കൾ നിന്റെ ബുദ്ധിയല്ല. ഇത് കർത്താവിന് 1 ദിവസം 1000 ദിവസമാക്കാനും 1 ദിവസമാക്കാനും ദൈവത്തിന് അവൻ ആദ്യവും അന്തവുമായിരുന്നവനാ, ആൽഫയും ഒമാഹിയുമായിരുന്നവനാ. ഇന്നലെ നിന്നെ നടത്തിയ കർത്താവ് ഇന്ന് നടത്തുന്നവൻ നാളെ നടത്താൻ കഴിവുള്ള കർത്താവ് പറയാണ്. അബ്രഹാമിന് കുഞ്ഞുങ്ങളെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മാനുഷ്യ ബുദ്ധിയിലല്ല പിന്നെയോ, അവൻ ദൈവത്തിന്റെ ഹിതത്തിന് അടിസ്ഥാനപ്പെട്ട് ചിന്തിക്കുമെങ്കിൽ കുഞ്ഞുങ്ങളെ ലഭിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അരയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, 3 മാസങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. പക്ഷേ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? നീയും നിന്റെ ഭാര്യയും കൂടെ വലതുകരം നിന്റെ ഭാര്യയുടെ വയറ്റിൽ വെച്ച് അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശിച്ചതുപോലെ നീ വിശ്വാസം പ്രാർത്ഥിക്കണം. നിന്റെ കയ്യിലിരിക്കുകയെന്ന് പറഞ്ഞു. ദൈവമക്കളെ കേൾക്കണോ? പ്രൈസലോം. 1 വർഷം കഴിഞ്ഞപ്പോൾ നന്ദിയോടെ വരിക. 1 വർഷം തികഞ്ഞതിന് മുമ്പ് തന്നെ, ഈ 3.5 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഫോൺ വിളി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗർഭിണിയായി. യോശുവ എന്ന പേരിട്ടവനെ. 2ാമതൊരു കുഞ്ഞു. ഞാൻ പറഞ്ഞ കാരണം നമ്മുടെ ബുദ്ധിവാരം നടക്കത്തില്ല, സാധിക്കുകയില്ല. അതാണെന്ന് പറയുമ്പോൾ എതിരെ വിശ്വസിക്കണം, എതിരെ പ്രവർത്തിക്കണം. അതൊക്കെ അവൻ അങ്ങനെയെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് എതിരെ പ്രവർത്തിക്കുമ്പോൾ, ബുദ്ധിക്ക് എതിരെ ചിന്തിക്കുമ്പോഴാണ് വിശ്വസിക്കണം. അതാണ് വിശ്വാസം. പ്രൈസലാം. നന്ദിയോടെ സ്തോത്രം. ഇനി 4ാമതായിട്ട് വിശ്വസിക്കേണ്ടത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യം. യോഹന്നാൻ 19:28. തിരുവെടുത്ത് നിവൃത്തിയാകുവണ്ണം എനിക്ക് ദാഹിക്കുന്നു. യേശു കർത്താവ് പറയാണ്, സകലവും നിവൃത്തിയായി. 4ാം വിശ്വസിച്ച് യേശു കർത്താവ് സകലം നിവർത്തിച്ചുവെന്നും സകലതും നടത്തിയെന്നും സകലം പൂർത്തീകരിച്ചു നാം വിശ്വസിക്കണം അല്ലേ. ക്രൂശിലെ 6ാമത്തെ മൊഴിയാ ഇവർക്ക് ധ്യാനിക്കില്ലേ. ക്രൂശിലെ 6ാമത്തെ മൊഴിയാണ് സകലതും നിവർത്തിയായി. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് സകലം നിവർത്തിച്ചവനാണ്, പൂർത്തീകരിച്ചവനാണ്. ഇനി ഒന്നും നിവർത്തിക്കാനായിട്ടില്ല, ഒന്നും പൂർത്തീകരിക്കാനായിട്ടില്ല എന്ന് നാം വിശ്വസിക്കണം. 3.5 വർഷം കൊണ്ട് യേശുവിൻ്റെ പ്രവൃത്തിയെല്ലാം കർത്താവ് പൂർത്തിയാക്കി. 3.5 വർഷം കൊണ്ട് യേശു കർത്താവ് തൻ്റെ പ്രവൃത്തിയെല്ലാം അവൻ പൂർത്തിയാക്കി. ദൈവം തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിയ യേശുവിൻ്റെ വിജയ കാഹളമാണ് ക്രൂശിൽ കണ്ടത്. സകലതും നിവൃത്തിയായി, സകലതും നിവൃത്തിയായി. പ്രൈസലോം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ 17-ാമത്തെ വാക്യത്തിൽ
പറയുന്നു, നാം വായിക്കുന്നു, ഇതാ തീർന്നു. ദൈവസിംഹാസനത്തിൽ നിന്നാണ് ഈ പ്രഖ്യാപനമുണ്ടായത്. പൂർത്തീകരിക്കാൻ ഇനി ഒന്നും. അവിടെ നാം വായിക്കുക, ഇതാ തീർന്നു, എല്ലാം പൂർത്തീകരിച്ചു. എല്ലാം നോക്കി അവിടെ അവസാനിച്ച. അങ്ങനെയെങ്കിൽ ഇനി പൂർത്തീകരിക്കാൻ ഒന്നുമില്ല, തികയ്ക്കാൻ ഒന്നുമില്ല, നിവർത്തിക്കാൻ ഒന്നുമില്ലെന്ന് നാം വിശ്വസിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് എന്താണ് പൂർത്തിയാക്കിയത്, തികച്ചത്? പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിച്ചു. പഴയ നിയമ യാഗങ്ങളൊക്കെ അവൻ നിവർത്തിച്ചു. തന്നെയുമല്ല, കൂട്ടായ്മയുടെ ബന്ധം നിവർത്തിച്ചു. ഒക്കെ യേശുവിൻ്റെ കഷ്ടങ്ങൾ ഒക്കെ അവൻ നിവർത്തിച്ചു. തിരുവെഴുത്തുകൾ നിവർത്തിയായി. അതാ പറഞ്ഞു, ഇനി ഒന്നും നിവർത്തിക്കാനായിട്ടില്ല. എല്ലാം പൂർത്തീകരിച്ചവനാണ് അവൻ, തികച്ചവനാണ്. വൈസലോം. അതുകൊണ്ട് യെശയ്യാ 53:4-5 വാക്യത്തിൽ പറയുന്നു, അവൻ നമ്മുടെ അകൃത്യ നിമിത്തം തകർന്നു, നമ്മുടെ അധിക നിമിത്തം മുറിവേറ്റിരിക്കുന്നു, നമ്മുടെ സമാധാനം അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പണലാൽ എനിക്ക് ഇവിടെ സാറ് പറഞ്ഞ അടിപ്പിണ സൗഖ്യം വന്നിരിക്കുന്നെങ്കിൽ പൈസലോം യേശു നമ്മെ സൗഖ്യമാക്കിയെന്ന്. ഇനി സൗഖ്യമാക്കാനില്ല പൈസലോൺ. ഹല്ലേലൂയ. സകലം നിവർത്തിച്ച കർത്താവാണെങ്കിൽ അവൻ നമ്മെ സൗഖ്യമാക്കിയതാണ്. പക്ഷേ ഈ സൗഖ്യം നമ്മൾ പ്രാപിച്ചെടുത്തോണം. വലിയ സൗഖ്യം നമ്മുടെ കരത്തിലുണ്ട്. ഈ സൗഖ്യം ഇന്ന് വന്നതല്ല. ഇന്ന് വന്ന് പിന്നെയോ യേശു കർത്താവ് കാലിൽ ക്രൂശിൽ എന്ന് പറഞ്ഞു, സകലം നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ തന്നെ, ജീവനെ അർപ്പിച്ചപ്പോൾ തന്നെ അവൻ സൗഖ്യം നമ്മുടെ മേൽ അയച്ചു കഴിഞ്ഞു. പക്ഷെ വിശ്വാസത്താൽ നമ്മൾ പ്രാപിച്ചെടുക്കണം. പ്രാപിച്ചെടുക്കണം. വലിയ 103-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നു, അവൻ സകല രോഗത്തെയും സൗഖ്യമാക്കുന്നവനാ. ഇന്ന രോഗമൊന്നുമില്ല, സകല രോഗത്തെ അവൻ സൗഖ്യമാക്കുന്ന കർത്താവാണ്. അങ്ങനെയെങ്കിൽ സൗഖ്യം നമുക്ക് വന്നിരിക്കുകയാണ്. സംഖ്യ 121:2 വാക്യത്തിൽ പറയുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെന്ന് വരികയാണ്. 110 സംഖ്യ 9 വാക്യം പറയുന്നു, യഹോവ നമുക്ക് ഉപകാരം ചെയ്തിരിക്കുകയാണ്, ഉപകാരം ചെയ്തിരിക്കുകയാണ്. സംഖ്യ 26 പറയുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുമെങ്കിൽ പൈസലോ ഉപകാരം ചെയ്തിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നു, സകല നിവൃത്തി ആയിരിക്കുന്നെങ്കിൽ എന്തൊക്കെ എൻ്റെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് രോഗത്താൽ നീ വലഞ്ഞവിടെ ഇരിക്കുന്നത്, നിന്റെ ഷുഗറോ കൊളസ്ട്രോൾ പ്രഷറോ ആകട്ടെ, ആസ്മാ ബന്ധനമാണോ, മഞ്ഞപ്പിത്ത രോഗമാണോ, ക്യാൻസർ ആണോ, ട്യൂമറാണോ, എയ്ഡ്സ് ഒക്കെ, നടുവിൻ്റെ തേയ്മാനമാണോ, ഡിസ്കിൻ്റെ അവൽച്ചയാണ് വരട്ടെ, ഏത് രോഗത്തെ നീ പ്രയാസപ്പെട്ടിരിക്കുന്നെങ്കിലും സകലത്തിൽ സൗഖ്യമാക്കാൻ കഴിവുള്ള കർത്താവ് നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട് കേട്ടോ. അവൻ നമ്മെ സൗഖ്യമാക്കാൻ പോകുകയാ. കാലിൽ കുരിശിനെ സൗഖ്യത്തെ വഹിച്ചുകൊണ്ട് അവൻ കുരിശിന്മേൽ കയറി അടിപ്പിളാൽ സൗഖ്യം വന്നിരിക്കുന്നതിൽ പൈസലോൺ. ഹല്ലേലൂയ. സൗഖ്യം നമുക്ക് നടന്നിരിക്കുകയാണ്. അവൻ വാക്കുകൾ കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കിയവനാ. സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തിയവനാ. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു മാറ്റി വ്യാധികളെ ചുമന്ന കർത്താവ്. പ്രൈസലോൺ. യേശു ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഊരുകളിലും ചന്തസ്ഥലങ്ങളിലും പോയി രോഗിയെ സൗഖ്യമാക്കി. ഓക്കെ, അവൻ ഗ്രാമങ്ങളിൽ, പട്ടണങ്ങളിൽ, ഊരുകളിൽ, ചന്തസ്ഥലത്തും പോയി യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കിയെങ്കിൽ പ്രൈസലോൺ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നോട് യേശു സകലവും നിവർത്തിച്ചെങ്കിൽ ഞാൻ നിവർത്തിക്കാൻ ഒന്നുമില്ല. അവൻ സകലം നിവർത്തിച്ച് പൂർത്തിയാക്കിയ ശേഷം പിതാവേ സകലം നിവർത്തിയായെന്ന് അരുളി ചെയ്തെങ്കിൽ, ഇന്നീ ഹോളി വിട്ടു പോകുമ്പോൾ ആരും രോഗിയായിട്ട് മടങ്ങിപ്പോകരുത്, ആരും നിരാശയും മടങ്ങിപ്പോകരുത്. പ്രൈസലോൺ. കാരണം നിന്റെ രോഗത്തെയും നിന്റെ പാപത്തെയും ശാപത്തെയും ക്രൂശിൽ വഹിച്ചതാ. അവൻ്റെ അടിപ്പിണർ നമുക്ക് സൗഖ്യം ലഭിച്ചതാണെങ്കിൽ ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് കർത്താവ് എൻ്റെ സൗഖ്യത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ച് ആരെ തന്നെ വീണ്ടെടുത്തെങ്കിൽ അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവൻ നോക്കറിയാ, അവൻ ഗിലെയാദിൽ വൈദ്യനാൻ വിശ്വസിക്കുന്നവർ കരമിട്ട് സ്തോത്രം ചെയ്താട്ടെ. ഒരു രോഗമല്ല, ഇന്ന രോഗമല്ല, ഏത് രോഗത്തെ സൗഖ്യമാക്കും. ഓരോ രോഗത്തിനും ഓരോ പേഷ്യൻ്റ് ഡോക്ടർമാരിയ്ക്കുമ്പോൾ നിന്റെ മൊത്ത രോഗത്തെ സൗഖ്യമാക്കുന്നവനായ കർത്താവരെയാണ്. എനിക്കൊരു രോഗം അസാധ്യമല്ല. അങ്ങനെയെങ്കിൽ നന്ദിയോടെ സകലം നിവർത്തിച്ചു എന്ന് വിശ്വസിക്കണം. ഇസ്ലാം. ഇനി ആറാമതായിട്ട് വിശ്വസിക്കേണ്ടത്, അല്ല 5-ാമായിട്ട് വിശ്വസിക്കേണ്ടത്, സാദൃശ്യവാക്യം 18-ാം അധ്യായം
20 വാക്യം, സദൃശവാക്യം 18:20-21. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, അധരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരുത്തും. അടുത്ത വാക്യം ഇവിടെ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിരിക്കുന്നു, അതിഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം. അതൊക്കെ മരണവും ജീവനും എവിടെ ഇരിക്കുന്നേ? നാവിൻ്റെ അധികാരത്തിൽ. അതിഷ്ടപ്പെടുന്നതിൻ്റെ ഫലം അനുഭവിക്കുമെങ്കിൽ വേറെ വിധത്തിൽ പറഞ്ഞാൽ രോഗവും സൗഖ്യവും നാവിൻ്റെ അധികാരത്തിരിക്കുന്നു. വൈസലാം. രോഗവും സൗഖ്യവും നാവിൻ്റെ അധികാരത്തിരിക്കുകയാണ്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 19 യേശു പറയുന്നുവൊക്കെ, ഇതാ ഞാൻ മരണവും ജീവനും അനുഗ്രഹവും ശാപവും നിന്റെ വിളിച്ച് ഏത് വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. രോഗം വേണോ, സൗഖ്യം വേണോ, മരണം വേണോ, ജീവൻ വേണോ, അനുഗ്രഹം വേണോ എന്നൊക്കെ, നമുക്ക് ശാപം വേണോ എന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ. പൈസലോ അങ്ങനെയെങ്കിൽ നീ 4 വിശ്വസിക്കേണ്ടത് വിശ്വാസത്തിന്റെ വാക്കിനെ പറയണം. പൈസലോ വിശ്വാസത്തിന്റെ വാക്കിനെ പറയണമല്ല. അധൈര്യത്തിന്റെ വാക്കല്ല, സംശയത്തിന്റെ വാക്കല്ല, നിരാശയുടെ വാക്കല്ല. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. ഞാൻ സൗഖ്യം പ്രാപിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കും, എനിക്ക് ജോലി കിട്ടും, എൻ്റെ സാമ്പത്തിക കടബാധ മാറും, കർത്താവിനെ ഉയർത്തും, അവൻ എന്നെ അനുഗ്രഹിക്കുമെന്നൊക്കെ വിശ്വാസത്തിന്റെ വാക്കിനെ പറയണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ഇവിടുന്ന് പോകുമ്പോൾ ചോദിക്കും, ആൻറ്റി എവിടെ പോയതാ? ഇന്നടുത്ത് പോയതാ. എന്താ ആവശ്യം? ഞാൻ നാളുകളായിട്ട് അവിടെ. അല്ലേ? ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നു. ഓക്കെ, ഇത് വീഡിയോ ഉള്ളതുകൊണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ഇതൊക്കെ അധൈര്യത്തിൻ്റെ വാക്കല്ല പറയണം. എൻ്റെ ആവശ്യമായിട്ട് ഞാൻ പോയതാ. കർത്താവ് എൻ്റെ ആവശ്യം നടത്തും, കർത്താവ് എന്നെ മാനിക്കും. ഒന്നുമല്ലെങ്കിൽ എനിക്ക് ആത്മീയമായൊരു ശക്തി കിട്ടി, എനിക്ക് ആത്മീയ രക്ഷ കിട്ടി, അവിടെ ഞാൻ ആരാധിക്കാൻ പഠിച്ചു എന്ന് പറയണം. ഹാലേലൂയ. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കിനെ പറയണം. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. നന്ദിയോടെ സ്തോത്രം. യാക്കോബ് ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതെ ഇരുന്നാൽ അവൻ ശരീരത്തെ മുഴുവൻ കടിഞ്ഞാണ്ട് സൂക്ഷിക്കാൻ കഴിവ് സൽഗുണമുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ അതിൻ്റെ വായിൽ കടിഞ്ഞാണിട്ട ശരീരം ഇരുവശങ്ങൾ തിരിക്കുന്ന പോലെ കപ്പലെത്ര വലുതാണെങ്കിലും അത് കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച് തിരിക്കുന്ന പോലെ എനിക്ക് എന്നെ തിരിക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളെ തിരിക്കാൻ പറ്റും. കടിഞ്ഞാൻ ദൈവം നമ്മുടെ കരങ്ങൾ തന്നിരിക്കുക. മുമ്പോട്ട് പോണേ മുമ്പോട്ട് പോകാം, പുറകോട്ട് പോണേ പുറകോട്ട് പോകാം, ഇടത്തോട്ട് പോണേ ഇടത്തോട്ട് പോകാം, വലത്തോട്ട് കടിഞ്ഞാൻ നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. ഹാലേ, നന്ദിയോടെ സ്തോത്രം. ഉൽപ്പത്തി 1:3 പറഞ്ഞു, വെളിച്ചമുണ്ടാകട്ടെ പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് അമ്മച്ചി, വിശ്വാസത്തിന്റെ വാക്കിന് ശക്തിയുണ്ട് പിതാവേ, വിശ്വാസത്തിന്റെ ശക്തിയുണ്ട് യവനക്കാരാ, വിശ്വാസത്തിന്റെ വാക്കിന് നീ പറ. ഹാലേ, ശക്തിയുണ്ട്. നന്ദിയോടെ സ്തോത്രം. വിശ്വാസം 3 കാര്യം കൊണ്ടുവരും. വിശ്വാസം 3 കാര്യം. 1 അത്ഭുതം, 2 ആശ്ചര്യം, 3 ആനന്ദം. വിശ്വാസം 3 കാര്യം കൊണ്ടുവരും. 1 അത്ഭുതം, 2 ആശ്ചര്യം, 3 ആനന്ദം. പൈസലാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം പഠിക്കുമ്പോൾ 41 മുതൽ 43 വാക്യത്തിൽ പൈസ നമുക്കറിയാം. ഹാലലിയൊക്കെ യേശു കർത്താവ് ലാസറിന്റെ കല്ലറയ്ക്ക് വന്ന് കല്ല് നീക്കാൻ പറഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? യേശു പ്രാർത്ഥിച്ചിട്ട് സ്വാമി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. മരിച്ച ലാസർ പുറത്തു വന്നു. നോക്കെ, യേശു വിശ്വാസത്തിന്റെ വാക്ക് യേശു പ്രാർത്ഥിച്ചു, പറയാണ് ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 11:21 കർത്താവ് പറഞ്ഞു, ആലിയ നീ പ്രാർത്ഥിക്കുമ്പോൾ സംശയിക്കാതെ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? സംശയിക്കരുത്.
വാർത്ത നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്തുകൊണ്ടാണ് നടക്കാത്തത്? നടക്കുമെന്ന് നമുക്ക് വിശ്വാസം അല്ലേ? വിശ്വസിക്കണം. അല്ല, പ്രാർത്ഥിക്കുമ്പോൾ ആ കാര്യം നടത്താൻ പോകുകയാണ്. മത്തായി 12:37 കർത്താവ് പറഞ്ഞു, നിന്റെ വാക്കുകളാൽ നീ വിധിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ വിധിക്കപ്പെടും, നിന്റെ വാക്കുകൾ നീതീകരിക്കപ്പെടുമെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ വിശ്വാസത്തിന്റെ വാക്കിനെ പറയണമല്ല. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം പഠിക്കുമ്പോൾ 12-13 വാക്യത്തിൽ യോശുവ, സൂര്യ നീ അവിടെ നിൽക്ക്, ചന്ദ്ര നീ അവിടെ നിൽക്കൊക്കെ യോശുവ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോൾ സൂര്യനും ചന്ദ്രനും എവിടെ നിന്നു? പുറപ്പാട് 6-ാം അധ്യായം 11-ാം വാക്യത്തിൽ മോശയോട് ദൈവം പറയാം, നീ ഫറവോനോട് പോയി പറയണം, എൻ്റെ ജനത്തെ വിട്ടയക്കാൻ നീ പോയി പറയണം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 14-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് ഈ ജനത്തെ വിടുവെച്ചുകൊണ്ട് വരുമ്പോൾ ചെങ്കടലിന് മുമ്പിലെത്തി. മുമ്പിൽ ചെങ്കടലിൽ പുറകെ ഫറവോൻ സൈന്യം വരിക. ഇരു സൈഡിൽ നിന്നൊക്കെ മലയാളം ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ മോശ നിലവിളിക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു, മോശയെ നീ നിലവിളിക്കുന്ന എന്ത്? ജനത്തോട് മുമ്പോട്ട് പോകാൻ പറ, ജനത്തോട് മുമ്പോട്ട് പോകാൻ. മോശ പറഞ്ഞു മുമ്പോട്ട് പോകുക എന്ന് പറഞ്ഞപ്പോൾ ചെങ്കടൽ രണ്ടായി മഴിമാറി. വിശ്വാസത്തിന്റെ വാക്ക് നീ പറയണം. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാർ 12-ാം അധ്യായം 1 പറയുന്നു, ഏലിയാവ് പറയാണ്, നീ ചെന്ന് ആഹാബിനോട് പറയണം. എന്താ? ഇവിടെ മഴ പെയ്യാൻ പോകുകയാ. പൈസ നോക്ക്, പോയി നീ പറഞ്ഞാ മതി, ഇവിടെ മഴ പെയ്യാൻ പോകുകയാണെന്ന്. എന്നാൽ 18-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഏലിയ പറയുന്നു, മഴയൊക്കെ പെയ്യുന്നു. മഴ പെയ്തിട്ട് പോയി പറഞ്ഞല്ല. ഏലിയാവ് ആത്മാവിൽ മഴയുടെ മുഴക്കം കണ്ടു. മാനത്തെ കാർമേയം കൂടുന്ന ഏലിയാവ് വിശ്വാസം കണ്ടിട്ടെന്ന് പറയാണ്, ഏലിയൊക്കെ ആകാവേ മഴ പെയ്യാൻ പോകുകയാണൊക്കെ. മഴ പെയ്ത് പൈസ. അങ്ങനെയെങ്കിൽ ഏത് കുടുംബത്തിലാ പ്രാർത്ഥന നടക്കാത്തത്? ഏത് സഭയിലാ പരിശുദ്ധം ആരാധിക്കാത്ത? പൈസലോ നീ വിശ്വാസത്തിൽ പായിട്ടുകൊണ്ട്, ആത്മാവിൽ ആരാധിക്കുന്ന കണ്ടുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ, വിശ്വാസത്തിന്റെ വാക്ക് പറ. അങ്ങനെയെങ്കിൽ മഴയുടെ മുഴക്കം ആത്മാവിൽ കണ്ടുകൊണ്ട് ഏലിയ പറയുന്നൊക്കെ മഴ പെയ്യാൻ പോകുകയാ. മഴ പെയ്തെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കിനെ പറ, വിശ്വാസത്തിന്റെ വാക്കിനെ പറ. 12 സംവത്സരമായി രക്തസ്രവമുള്ളവളായി ഏറി വൈദ്യമായി ചികിത്സിച്ചിട്ട് തനിക്കൊട്ടും ഭേദം വരാതെ പരവശയായി അവശതയായി ഒരു മൂല ഒതുങ്ങിക്കൂടി കിടന്ന സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടവൾ പറഞ്ഞു, ഒരു വസ്ത്രം തൊട്ടാൽ, യേശുവിനെ കണ്ടില്ല, യേശുവിനെ അറിഞ്ഞില്ല, യേശുവിനെ തൊട്ടില്ല, വളരെ വസ്ത്രം തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. യേശുവിൻ്റെ വർത്തമാനം എങ്ങനെ കേട്ടു? ഭൂതഗ്രസ്തൻ ദക്കപ്പൊലിയാം നാട്ടിൽ അവനുടനീളം ഘോഷിക്കാൻ തുടങ്ങി, ഞാനൊരു ഭൂതം ബാധിച്ചവനായിരുന്നു, എൻ്റെ പാർപ്പ് കല്ലറയിലായിരുന്നു, വിലങ്ങും ചങ്ങലുണ്ടെന്നെ ബന്ധി ഒടിച്ചു, ഞാൻ ഒരുമി ഒടിക്കുന്നവനാ, സ്വബോധമില്ലാത്തൊരുത്തനായിരുന്നു, കല്ലുകൊണ്ട് എൻ്റെ ദേഹം ഞാൻ ഇടിച്ച് മുറിവേൽപ്പിക്കുന്ന. എന്നാൽ നസേനായ ഒരുവൻ എൻ്റെ ബന്ധനം അടിച്ചു, എൻ്റെ ഭൂതത്തെ ഗേത്ത് മാറ്റി എനിക്ക് സുബോധം നൽകി രക്ഷിച്ചവൻ പറയാണ്. അവൻ പറയാണ്, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ സൗഖ്യമാക്കും. അവൻ രക്ഷിക്കുന്നവനാണ്, ദാവീദിന്റെ പുത്രനാണ്, സൗഖ്യദായകനാണ്, ബന്ധനം അടിക്കുന്നവനാണ്. അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ വർത്തമാനം കേട്ടുകൊണ്ട് യേശുവിനെ കണ്ടില്ല, അറിഞ്ഞില്ല. അവൾ പറയാണ്, വസ്ത്ര തൊങ്ങൽ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വാസത്തിന്റെ വാക്കിനെ പറഞ്ഞെങ്കിൽ പറ, വിശ്വാസത്തിന്റെ വാക്കിനെ പറ. അധൈര്യത്തിന്റെ വാക്കല്ല, സംശയത്തിന്റെ വാക്കല്ല, നിരാശയുടെ വാക്കല്ല, ഇരുമനസിന്റെ വാക്കല്ല, വിശ്വാസത്തിന്റെ വാക്ക് പറ. ഞാൻ സൗഖ്യം പ്രാപിക്കും, ഞാൻ ഉയരും, എൻ്റെ കർത്താവ് എന്നെ ഉയർത്തും. പൈസലോ ഞാൻ ഇന്ന് ശക്തി പ്രാപിക്കും, ഇന്ന് ബലം പ്രാപിക്കും, അഭിഷേകം പ്രാപിക്കുമെന്ന് വിശ്വാസത്തിന്റെ വാക്കിനെ പറ. അങ്ങനെ വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. പൈസല ഹല്ലേലൂയ. അങ്ങനെ വിശ്വാസത്തിന്റെ വാക്കിനെ പറയണം. ഇനി അടുത്തത് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. പറഞ്ഞാൽ പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. ആ മർക്കോസ് 5-ാം അധ്യായം 28-ാം വാക്യം പഠിക്കുമ്പോൾ രക്തസ്രവക്കാരി സ്ത്രീ എന്ത് ചെയ്തു? അവൾ പറഞ്ഞു, യേശുവിൻ്റെ വർത്തമാനം കേട്ടപ്പോൾ
അവൻ്റെ വസ്ത്രത്വങ്ങൾ തൊട്ടാൽ ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ അങ്ങനെ ഇരുന്നതല്ല, അവൾ പ്രവർത്തിച്ച് കാണിച്ചു. വിശ്വാസ പ്രവൃത്തി നോക്ക്. അവൾ പുരുഷാരത്തിൻ്റെ പുറകിൽ കൂടി വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടു. കാരണം അവൾ നോക്ക് പുറംജാതി സ്ത്രീയാണ്, രക്തവ സ്ത്രീയാണ്. യഹൂദ തൊട്ടാൽ അവൻ അശുദ്ധമായി തരും. അതുകൊണ്ട് അവൾ പുരുഷാർത്ഥത്തിൻ്റെ ഒക്കെ പുറകിൽ കൂടി വന്ന് യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ യേശുവിൻ്റെ ശക്തി പുറപ്പെട്ടു. തൽക്ഷണം അവിടെ രക്തസ്രവം നിന്നു. ഓക്കെ, അവൾ ബാധമാറിയ സ്വസ്ഥയായെന്ന് ശരീരത്തിൽ അനുഭവിച്ചതൊക്കെ അവിടെ ശരീരത്തിൽ ആ രോഗം. അതുകൊണ്ട് അനുഭവിച്ചറിഞ്ഞ വയസ്സൊക്കെ അവൾ നോക്കാം. അമീൻ. വിശ്വാസത്തിൻ്റെ വാക്ക് പറയുക മാത്രമല്ല, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവൾ ചെയ്യുക. യേശുവിനെ തൊടുക. യേശു അവളെ നോക്കാൻ ചുറ്റും തിരിഞ്ഞു. അല്ലേ? ഇത്രയും പുരുഷാരം കർത്താവിനെ തിരക്കിയപ്പോൾ കർത്താവിനെ കർത്താവ് എന്നെ തൊട്ടത് ആരാ? യശന്മാർ പറഞ്ഞു, ഇത്രയും ആൾ നിന്നെ തിരക്കുമ്പോൾ തൊട്ടത് ആരെന്നു? കർത്താവ് പറഞ്ഞു, എന്നെ തൊട്ടത് ഒരാളാണ്. എങ്ങനെ സൗഖ്യമാക്കുന്ന ശക്തി പുറപ്പെട്ട ഒന്നേ ഉള്ളൂ, അതെൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെട്ട പൈസ. ഓക്കെ, ഉള്ളിൽ നിന്ന് പുറപ്പെട്ട പൈസ. അങ്ങനെയെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് പ്രാർത്ഥിക്കുന്നെങ്കിലും ഇത്രയും പേര് ആരാധിക്ക് വന്നിട്ടുണ്ടെങ്കിലും ഓക്കെ, ഉള്ളിൽ നിന്ന് ശക്തി അനുഭവിച്ച് സൗഖ്യത്തോടെ മടങ്ങുന്ന എത്ര പേരുണ്ട്? യേശുവിനെ നീ സ്പർശിക്ക്, യേശുവിനെ നീ തൊട. അവൻ തൊട്ടവരും അവനെ തൊട്ടവരാരും സൗഖ്യം പ്രവാക്കി തീർന്നെങ്കിൽ നീ എങ്ങനെയെങ്കിൽ യേശുവിനെ തൊട്ടാൽ മതി. അവൻ തൊട്ടാലും മതി, നീ തൊട്ടാലും മതിയെങ്കിൽ ഇന്ന് യേശുവിനെ തൊട്ട രുചിച്ചേ പോകൂ. നീ ആരാധനയിലൂടെ, പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ കർത്താവിനെ തൊട്. ഇന്ന് കർത്താവ് ശക്തി പുറപ്പെടട്ടെ. ശക്തി പുറപ്പെട്ടാൽ നിന്റെ ബാധ മാറി, നീ സ്വസ്ഥയായി ശരീരത്തറിഞ്ഞ് മടങ്ങിപ്പോകും. കർത്താവ് ചുറ്റും നോക്കിയപ്പോൾ സ്ത്രീ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് വന്ന് യേശുവിൻ്റെ കാൽക്കൾ വസ്തുത അറിയിച്ചു. അവിടുന്ന്, കർത്താവേ, ഞാൻ പുറംജാതിയായ സ്ത്രീയാ, എനിക്ക് 12 സമയം രക്തസ്രാവമാണ്. ഏറി വൈദ്യന്മാർ ഹോമിയോപ്പതി നോക്കി, അല്ലേ, അലോപ്പതി നോക്കി, ആയുർ നോക്കി, സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇരിക്കാടം പോലും പോയി കാണും. ഒട്ടും നിവർന്നേൽക്കാൻ ഒക്കെ 12 വർഷം രക്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് മെഡിക്കൽ സയൻസ് പറയുന്നു അങ്ങനെയുള്ള ഒരു മനുഷ്യൻ 5 വർഷം കൂടി ജീവിച്ചു. കാരണം രക്തത്തിലാണ് ജീവൻ നിലനിൽക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടെ ഒരു മെലിഞ്ഞവളായി നിൽക്കുകയാണ് എന്ന് കർത്താവ് പറയുകയാണ്. അങ്ങനെ ഭൂതഗ്രസ്തൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ സൗഖ്യമാക്കുന്നവനാ, നീ രക്ഷിക്കുന്നവനാ, നീ ബന്ധനം അഴിക്കുന്ന കർത്താവേ. അവൻ പറഞ്ഞപ്പോൾ എനിക്ക് നടക്കാനുള്ള ശക്തിയില്ല. ഞാൻ നിരങ്ങി നീങ്ങി വന്ന് ചാഞ്ഞു വന്ന്, കർത്താവേ, നിന്റെ വസ്ത്രം തൊട്ടതാ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസിക്കുന്നെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞാൽ പോരാ, വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണം. യേശു ലാസറിന്റെ കല്ലറയ്ക്ക് വന്നിട്ട് പറഞ്ഞു, കല്ല് ഉരുട്ടി മാറ്റാൻ കർത്താവ് പറയുകയാണ്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യാണ്. കാരണം അവരെ കല്യാണ വീട്ടിലൊക്കെ അവിടെ നോക്കി പ്രധാനപ്പെടുമായ വീഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ അമ്മ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി. കർത്താവ് സ്ത്രീ ആയിരിക്കുന്നവർക്ക് തമ്മിൽ അമ്മ ബാല്യക്കാരൻ അവൻ എന്തെങ്കിലും പറഞ്ഞാൽ കർത്താവ് കാൽപാത്ത് വെള്ളം നിറയ്ക്കാൻ. ഓക്കെ, വിശ്വാസ പ്രവൃത്തി അവർ വെള്ളം നിറച്ചു. പക്ഷപാത കർത്താവ് കിടക്കെടുത്തോണ്ട് നീ പോ നോക്കാം. വിശ്വാസത്തിന്റെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതുകൊണ്ടാണ് യാക്കോബ് 5:14 പറയാണ്, ഒരുത്തൻ തനിക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലെങ്കിൽ അവൻ്റെ വിശ്വാസം ചത്ത വിശ്വാസമാണ്. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്ന പോലെ പ്രവൃത്തി വിശ്വാസം ചത്ത വിശ്വാസമാണ്. ദൈവമേഖല നീ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്തെങ്കിൽ പിശാചുകളും അങ്ങനെ വിറയ്ക്കുന്നുണ്ടെന്ന്. അബ്രഹാം തൻ്റെ ഇസാക്കിനെ യാതൊരു അർപ്പിച്ചിട്ട് പ്രവൃത്തിയോട് വിശ്വാസം വ്യാപരിച്ചു. അവൻ്റെ ഒക്കെ വിശ്വാസത്തിന് അർഹനായി തരുന്നെങ്കിൽ വിശ്വാസം മാത്രം പോരാ, പ്രവൃത്തി കൂടെ വേണം, ജീവിതം കൂടെ. അങ്ങനെയെങ്കിൽ വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞ് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യണമൊക്കെ. ഹല്ലേലൂയ. പ്രവാചകന്മാരെ ഒരുവന്റെ വിധം കടപാർത്താൽ നിലവിളിച്ച പ്രവാചകൻ പറയാണ്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? എന്തുകൊണ്ട്? ഒരു ഭരണി എണ്ണയേ ഉള്ളൂ. നീ അയിലും പാത്രം വാങ്ങിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ കയറി കഥ കടച്ച് ഓക്കെ അല്ലേ ആമേ പാത്രം എണ്ണ പകരാൻ പറഞ്ഞു. അവൾ വിശ്വാസ പുറത്തൊക്കെ പാത്രം തീർന്നപ്പോൾ എണ്ണ
എങ്കിൽ വിശ്വാസത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ പോരാ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തി അവിടെ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഞാൻ സൗഖ്യമായെന്ന് സാക്ഷിക്ക് വൈസോ, ഞാൻ പാടുമെന്ന് പറ, പ്രസംഗിക്കാൻ തുടങ്ങ്, ആരാധിക്കാൻ തുടങ്ങ്, പ്രാർത്ഥിക്കാൻ തുടങ്ങ്. നീ വിശ്വാസത്തോടെ സാക്ഷ്യം പറ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി ചെയ്യണം. 7 അടുപ്പുറം ചിന്ത അവസാനിക്കും. അവസാനമായിട്ട് പറയുന്നു, വിശ്വാസത്തെ നിന്റെ ഭാരം ദൈവത്തിൻ്റെ മേലിട്ട് കൊടുക്കണം. വിശ്വാസത്താൽ നിന്റെ ഭാരം ദൈവത്തിന് മേലിട്ട് കൊടുക്കണം. 1 പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേലിട്ടുകൊള്ളുവൻ. സംഗീതം 50 പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്താൻ പോകുകയാണെങ്കിൽ ഈ ഭാരം ഇന്ന് കൊണ്ടുവന്ന ഭാരം എടുത്തുകൊണ്ട് പോകരുത്. അല്ലേ? വിശ്വാസത്താൽ നമ്മൾ കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഭാരം ദൈവത്തിൻ്റെ മേൽ കൊടുക്കുന്നില്ല. കരയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഭാരം എന്നാൽ കൊണ്ടുവന്ന സകല ഭാരങ്ങളും ഇന്ന് വിശ്വാസത്താൽ അവൻ്റെ മേലിട്ട് ഇന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ തോളിന് ചുവടുകൾ നീങ്ങി, കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞ് സന്തോഷത്തോടെ നീ മടങ്ങിപ്പോകണം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, ഞാൻ കാലത്തും വൈകിട്ട് ഉച്ചയ്ക്കും എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമൊക്കെ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാ. നിന്റെ സങ്കടം ദൈവത്തോട് ബോധിപ്പിച്ച് അവൻ്റെ മേൽ ഇട്ടുകൊടുക്ക്. നിന്റെ വിഷയം അവനെ ഏൽപ്പിക്ക്, നിന്റെതൊക്കെ കാര്യം അവനെ ഏൽപ്പിക്ക് എന്ന് പറയുന്നു. കൊണ്ടുവന്ന സകല ഭാരങ്ങളും സകല വിഷയങ്ങളും വിശ്വാസത്തോടെ അവൻ്റെ മേൽ എഴുതണം. ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആൻറ്റി പ്രാർത്ഥിക്കോ അവൻ്റെ മേൽ ഇട്ട് കൊടുക്കുക. അനിലൊക്കെ ബദർ ഇവിടെ പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൊട്ടുകൊടുത്തെങ്കിൽ നമ്മുടെ അതിനോട് ചേർന്ന് നമ്മുടെ വിഷയങ്ങൾ രഹസ്യവും പരസ്യമായിരിക്കുന്ന ഏത് വിഷയങ്ങളും ഇന്ന് വിശ്വാസത്താൽ അവൻ്റെ മേൽ നമുക്ക് ഇട്ടുകൊടുക്കാം, അവൻ്റെ മേൽ നമുക്ക് ഇട്ടുകൊടുക്കാം. അങ്ങനെയിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് നീ ആനന്ദത്തോടാ, ആശ്ചര്യത്തോടാ, അത്ഭുതത്തോടെ മടങ്ങിപ്പോകാൻ പോകുക. അങ്ങനെ നീ പോകുന്ന യാത്രയിൽ ഒരത്ഭുതം കാണാൻ പോകുക, ഒരത്ഭുതം കേൾക്കാൻ പോകുക. വീട്ടിൽ ചെല്ലുമ്പോൾ ഒരത്ഭുതം കാണാൻ പോകുക. അടുത്ത ആഴ്ച വരുമ്പോൾ ഒരു സാക്ഷ്യം പറയാൻ പോകുക. ഉടനെ ഈ പിതാവിൻ്റെ ഒക്കെ ഈ ഊമനായ ആത്മവാദിച്ച മകൻ്റെ അപ്പൻ പറയാണ്, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം സഹായിക്കണമേ. നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ, കണ്ണട അടയ്ക്കാം, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. നമ്മുടെ ദൈവത്തിന് സകലവും കഴിയും, നമുക്കറിയാം. ദൈവത്തിന് സകലവും കഴിയും എന്നുള്ള പറഞ്ഞു. പിന്നെയോ വിശ്വസിക്കുന്നവന് സകലവും, അവന് അസാധ്യമായി ഒന്നുമില്ല. എങ്ങനെ വിശ്വസിക്കണം, എങ്ങനെ വിശ്വാസം പ്രായോഗികമാക്കാമെന്ന് 7 കാര്യം നമ്മൾ ചിന്തിച്ചു. 1, എൻ്റെ ദൈവം മാറുന്നവനല്ല. 2, അവൻ മനസ്സലിവുള്ള ദൈവമാ, അവൻ മനസ്സലി ദൈവമാ. 3, അവൻ സകലം നിവർത്തിച്ചവനാ. 4, സ്വന്തം ബുദ്ധിക്കെതിരെ പ്രവർത്തിക്കണം. വിശ്വാസത്തിന് വാക്ക് പറയണം, വിശ്വാസത്തിന് പ്രവർത്തി ചെയ്ത് വിശ്വാസത്താൽ ഭാരം ദൈവത്തിന് മേൽ ഇന്ന് ഇട്ടുകൊടുക്കാൻ പോകുകയാണ്. ഇട്ടുകൊടുക്കാൻ പോകുക. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ നോക്കി തുറന്ന് ശബ്ദം തുറന്ന്, കർത്താവേ, കൊണ്ടുവന്ന സകല ഭാരങ്ങളും നിന്റെ വിഷയവും ആകുലതയും ഭയവും ഉൾക്കൊണ്ട നിരാശയെല്ലാം കർത്താവിന് മേൽ വെച്ചു കൊടുക്ക്. ഹല്ലേലൂയ. ആ വിശ്വാസത്താൽ രാജ്യങ്ങളെ വീണ്ടെടുത്തു. തീയുടെ ബലം കെടുത്തി സിംഹത്തിന്റെ വായടച്ചെങ്കിൽ അവിശ്വാസം മാറട്ടെ, സംശയങ്ങൾ മാറട്ടെ, ഭയങ്ങൾ മാറട്ടെ, കുറ്റവാദം മാറട്ടെ, ആകുലത മാറട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, ദൈവം ജ്വലിക്കട്ടെ. റബ്ബർ ബാന്തിൽ കാറ്റടിക്കുന്ന പോലെ വിശ്വാസം വർദ്ധിക്കട്ടെ. കീഴ്ത്തുള്ള വിശ്വാസമല്ല, ചോർച്ചയുള്ള വിശ്വാസമല്ല. ഹാലൊക്കെ വർദ്ധിക്കുന്നില്ലെങ്കിൽ ഒക്കെ സ്ഥിരതയുള്ള വിശ്വാസത്തോടെ നമുക്ക് ഇന്ന് കർത്താവിന്റെ വിശ്വാസം വർദ്ധിക്കുന്നവരായി. ഹാലൊലിയ. എൻ്റെ ദൈവം മാറുന്നവനല്ല, അവൻ മാറുന്നവനല്ല. ഒരുപക്ഷെ രോഗം സൗഖ്യമായില്ലെങ്കിലും, എൻ്റെ വിഷയം കർത്താവ് കേട്ടില്ലെങ്കിലും, അവൻ ഇന്നലെങ്കിൽ നാളെ എന്നെ സൗഖ്യമാക്കുന്നവനാ. ആരെല്ലാം എന്നെ കൈവിട്ടാലും, ആരെല്ലാം മാറിപ്പോയാലും എൻ്റെ കർത്താവ് മാറുന്ന
മാറുന്നവനല്ല. അവൻ്റെ ശക്തിക്ക് മാറ്റമില്ല, കരുണയ്ക്ക് മാറ്റമില്ല, സ്നേഹത്തിന് മാറ്റമില്ല, കൃപയ്ക്ക് മാറ്റമില്ല. അവൻ മാറാത്തവൻ. അപേക്ഷലോ രണ്ട്, അവൻ മനസ്സലിവ് ദൈവമാണ്. ദൈവം മനസ്സലിവ് കാണിക്കണമെങ്കിൽ എൻ്റെ ഹൃദയം തകരണം. എൻ്റെ ഹൃദയം നുറങ്ങുമ്പോൾ, ഞാൻ കരയുമ്പോൾ കണ്ണീനെ തുടയ്ക്കുന്ന മനസ്സലിയുന്നവനായ ഒരു കർത്താവുണ്ട്. സകലം നിവർത്തിച്ചെങ്കിൽ ഇനി ഒന്നും നിവർത്തിക്കാനില്ല. എല്ലാം കർത്താവ് 3.5 വർഷം കൊണ്ട് അവൻ സകലം നിവർത്തിച്ചു എങ്കിൽ കർത്താവ് എങ്ങനെയെങ്കിലും അവൻ എന്നെ സൗഖ്യമാക്കിയിട്ടുണ്ട്, എൻ്റെ ബന്ധത്തെ അഴിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ അത്ഭുത മന്ത്രിയാ. ദൈവത്തിൽ ഇതാണെങ്കിൽ ഹാല നോക്ക്. അങ്ങനെയെങ്കിൽ സകല നിവർത്തി വിശ്വസിക്കാം. തന്നെയുമല്ല വിശ്വാസത്തിന്റെ ബുദ്ധിയോടെ പറയും, നീ പോയിട്ട് കാര്യമില്ല, പ്രാർത്ഥന കാര്യമില്ല, നാളുകൾ ഇത്രയായി, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, കുഞ്ഞുങ്ങൾ ഗതി പിടിക്കില്ല, നിനക്ക് പ്രാർത്ഥിക്കാൻ അധികം അന്നൊക്കെ അമിയ യോഗ്യതയില്ല, പാടാൻ യോഗ്യതയില്ല. നീ ആശുപത്രി പറയുമ്പോൾ ഭാവി കവയിൽ ആശുപത്രി പറയണമെന്നൊക്കെ വിശ്വാസേരിക്ക് യോഗ്യതയില്ല, സ്വന്തം ബുദ്ധിയേരിക്ക് യോഗ്യതയില്ല. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ ഞാൻ പാടും, കൃപയാൽ ഞാൻ ആരാധിക്കും, കൃപയാൽ ഞാൻ രക്ഷപ്പെടും, കൃപയാൽ നിന്നെ ഓടിക്കും എന്ന് പറയാൻ ഇടയാകണം. വിശ്വാസത്തിന്റെ വാക്ക് പറ, വിശ്വാസത്തിന്റെ വാക്ക് പറ. നടക്കത്തിനല്ല, സൗഖ്യമാകത്തിനല്ല, നടക്കും, സൗഖ്യമാകെ രക്ഷപ്പെടും പറ. വിശ്വാസ പൂർത്തി അവനെ തൊട് രുചിച്ചറിഞ്ഞ് ശക്തി പ്രാപിച്ച് എന്റെ ശരീരത്തെ അറിഞ്ഞ് മടങ്ങിപ്പോ. തന്നെയുമല്ല വിശ്വാസ ഭാരം നമുക്ക് ദൈവത്തിന് മേൽ നമുക്ക് വെച്ചു കൊടുക്കാം. ഇന്ന് ഈ ഭാരങ്ങളെ ഞാൻ ദൈവത്തിന് വെച്ചെന്ന് ബോധ്യമുള്ളവർ, എന്നോട് സംസാരിച്ച് ബോധ്യമുള്ളവർ കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ 3 ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.